ഡിഷ് മിമിക്കറി വെച്ചിട്ടൊന്നുമില്ല. ഉണ്ടായി കൊണ്ടുവരും, വാരിത്തരും. സോനു ഞാൻ ഇനി വരൂല. ഇല്ല നീ ഇല്ല നിനക്കറിയില്ല. അല്ല ഇതൊക്കെ അറിയാട്ട പണ്ടാരോള് വന്നപ്പോ. അല്ല പറ, ബാക്ക് ടു ദ പോയിന്റ്. മിമിക്രി ഞങ്ങള് 12th പഠിച്ചോണ്ടിരുന്ന സമയത്ത് ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്തായിരുന്നു എന്തോ സാധനം പെൺഡ്രൈവാ എന്തോ വെച്ച് മറന്നുപോയി. അന്ന് ഞാനും ഹസ്നയും ബസ് കയറി വീട്ടിൽ വന്ന് ഉമ്മിച്ചി എന്റെ ഗ്രാൻഡ് മദർ ഉണ്ട്, ഉമ്മി ഉണ്ടാക്കിയ അയിലക്കറിയും ചോറും കൂട്ടി ചോറുണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങള് വീട്ടിൽ പോയി, ഓഫീസിൽ പോയി. പറഞ്ഞു കൊടുക്കട്ടെ, പറയട്ടെ, സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോ ഹസ്ന വന്ന് ഇത് സ്പ്രെഡ് ചെയ്ത്. അങ്ങനെയാണ് മീൻകറിയുടെ കഥ സ്കൂളിൽ അറിയണത്. കൊണ്ടുവരും. എന്നിട്ട് ചോറിട്ടിട്ട് അങ്ങോട്ട് കലക്കി, വലിയ പാത്രം ഇരിക്കും, കലക്കി എല്ലാവർക്കും കൂടി വാരിത്തരും. അത് ഒടുക്കത്തെ തീറ്റയായിരിക്കും. നമ്മള് മറ്റേ കഫേയുടെ അവിടെ പോയിരുന്ന് ഭക്ഷണം കഴിച്ച് ഓർക്കണ്ടോ? പിന്നെ പുറത്തുനിന്ന് കറി മേടിക്കണം. പുറത്തുനിന്നും കറി ഉമ്മീസിലെ ബിരിയാണി എല്ലാരും കൂടി ഫുഡടിക്കും. പിന്നെ ചൈനീസ് റെസ്റ്റോറന്റ് നമ്മുടെ ഫോട്ടോസിലടി സൗത്തില്. ഞാൻ കുറെ നാളായി ഗൈസ് ഒരു വീഡിയോ ഇട്ടിട്ട്. സോ ഇന്ന് 8:56 നൈറ്റ് ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് ഒന്ന് സ്റ്റേഡിയം വരെ വന്നിരിക്കുകയാണ്. അടിപൊളിയാണ് ഇങ്ങനെ ഇരിക്കാൻ. കുറെ വായി നോക്കാം, കുറെ ഫുഡ് അടിക്കാം, കളക്ഷൻ അടിക്കാം. അല്ല, കളക്ഷൻ അടിക്കാനുള്ള ആൾക്കാരൊന്നും കാണുന്നില്ല. അതെ, പക്ഷെ ഫുഡ് നല്ല അന്തസ്സായിട്ട് തിന്നിട്ടുണ്ട്. എന്താ കഴിച്ചത് നമ്മള്? മൊമോസ് കഴിച്ചു, പാസ്ത അടിച്ചു. ഇത് ഇരിക്കുന്ന കണ്ടില്ലേ, ജിമ്മില് നമ്മളുടെ മറ്റേ മിസ്റ്റർ പോഞ്ഞിക്കരയാണ്. 2 പ്ലേറ്റ് നിവ്യ. നോട്ട് മൈ പോയിന്റ്. ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ഇവള് 4-5 സെഷ്വാൻ മോമോസ് കഴിച്ചിട്ടുണ്ട്. എൻ്റെ 2 സ്റ്റീംഡ് മോമോസ് കഴിച്ചിട്ടുണ്ട്. പാസ്തയുടെ 3/4 ഭാഗങ്ങളാണ് കഴിച്ചേക്കണം. പിന്നെ ഇത് സോനമ്മ. സോനു മോൻ കാണിക്കൂ. സോനു എൻ്റെ ഫ്രണ്ട്, +1 +2 മുതൽ എന്നെ താങ്ങുന്നവൾ. ഇത് വിന്നി, എന്നെ ഇനി താങ്ങാൻ പോകുന്നവൾ. അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ സന്തോഷം. നശിച്ച നാറാണക്കല്ലെടുത്തിരുന്നാലും വിളിച്ചാൽ ഓടി വരുന്ന 2 എണ്ണം. ഇവളെ കണ്ണൂരിലേക്ക് തട്ടും. ഇവള് പിന്നെ എന്റെ അടുത്തായതുകൊണ്ട് കണ്ണൂർ ഒന്നിന്റെ സ്ഥലം എവിടെ? സോറി ഗൈസ്, ഷൊർണൂര്. ഹസ്ബൻഡ് വന്നിട്ട് കണ്ണൂർ ഇങ്ങനെയൊക്കെ എവിടെയാണ് സംബന്ധം എന്നൊക്കെ ഞാനറിയത്. കണ്ണൂരോ? സോറി എടി, മ്യൂട്ടായി പോയി. ഇവിടെ അങ്ങനെയാണ്ടാ, പെട്ടെന്നൊരു സൈലൻസ് വരുന്നുണ്ട് അല്ലേ? ഈ വണ്ടിയൊക്കെ പോകുമ്പോഴാണ്. എന്റെ അഭിപ്രായത്തിൽ സ്മോൾ സർക്കിൾ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആണ് എപ്പോഴും ബെറ്റർ. പിന്നെ ഇതാണ് എന്റെ മോട്ടിവേഷൻ സ്പീക്കർ. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് മോളെ. ഇതാണ് സ്നേഹം. എല്ലാരും എണീറ്റ് ഞങ്ങൾ പോവാറായി. ഇപ്പൊ ഏകദേശം 9:01 ഇനി പെരക്കകത്ത് കയറ്റൂല. അതുകൊണ്ട് നൈസായിട്ട് ഞങ്ങള് എന്റെ അറിവില് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് സത്യം ആരാചരിക്കണേ തിരിച്ചു ചിരിക്കണോ ചേട്ടാ? എന്റെ പേര് ഷഹന. യൂട്യൂബ് ചാനൽ നെയിം വന്നിട്ട് കേൾ ലൈഫ് സ്റ്റോറീസ്. ഓക്കെ, കാര്യം പറയാം. എന്റെ ഏട്ടൻ എന്താ വരെ പറഞ്ഞോടത്തെ തിരിച്ചു പോവാം. ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് 6 വർഷമായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലേറ്റ് നൈറ്റ് സ്റ്റേഡിയത്തിന്റെ അവിടെ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ കൂടുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു നൈറ്റാണ് ഇത്. ഇനി ഇയാൾ പറയൂ, തനിക്ക് എപ്പോഴെങ്കിലും ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടോ? പറയടോ. പറ്റിയിട്ടില്ല. നോട്ട് ദ പോയിന്റ്. പറ്റിയിട്ടുണ്ടോ? കണ്ടാ വൈബ് തള്ള. ഇവളുടെ മോള് പറയുന്നത് ഓക്കെ തള്ളേ, നിങ്ങൾ പോയിട്ട് വരൂ എന്നാണ് പറഞ്ഞത്. ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തപ്പോ ഇതിനു മുമ്പേ എനിക്കൊരു സ്റ്റോറി ഉണ്ട്. എൻ്റെ മദറും ഗ്രാൻഡ് മദറും ജോലിക്ക് പോകുന്ന സമയത്ത് പള്ളുരുത്തിയിൽ വെച്ച് ദേവസ്യ എന്ന് പറയുന്ന ഒരു ചേട്ടന്റെ കടയുടെ ഫ്രണ്ടിൽ എന്നെ നിർത്തിയിട്ട് അവർ ജോലിക്ക് പോയി റിട്ടേൺ വരുമ്പോൾ എന്നെ പിക്കപ്പ് ചെയ്യും എന്നതാണ് ഞാൻ കേട്ടേക്കുന്നത് ഇതുവരെ. അതായത് ഒരു കുഞ്ഞൊരു ടൈം ഡ്യൂറേഷൻ വരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈക്ക് ഞാൻ ക്ലാസ്സിലൊക്കെ പോയി പഠിച്ചു തുടങ്ങി. എനിക്ക് 2 ചേച്ചിമാരാണല്ലോ. അങ്ങനെ അപ്പൊ ഈ ഇടക്ക് ദേവും ഇതുപോലൊരു ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ദേവനോട് പറഞ്ഞു,
ഹസ്ബൻഡിന്റെ അമ്മയുടെ വീടുണ്ട്. അപ്പം അമ്പിറ്റയുടെ വീട്ടിൽ പോയി നിന്നു. അമ്മ അച്ഛൻ വേഗം വന്ന് പിക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഐസ്ക്രീമും ചോക്ലേറ്റും വാങ്ങി തന്ന ഞാൻ പോയി നിൽക്കാം എന്ന് അവള് പറഞ്ഞ് ഞാൻ ഐസ്ക്രീമും സ്പാനിഷ് ഡിലൈറ്റിന്റെ ഐസ്ക്രീമും മറ്റേ ഇതില്ലേ ക്രഞ്ചി മഞ്ചും വാങ്ങിച്ച് ഇവക്ക് കൊടുത്തു വിട്ടിട്ട് ഇവളെന്താ ചെയ്താന്ന് വെച്ചാൽ പോണ വഴിക്ക് 2 വീലറിൽ ഇരിക്കുകയാണ്. ഈ വീട്ടിൽ നിന്ന് കടയിലേക്ക് ഇറങ്ങി കടയിൽ നിന്ന് സാധനം വാങ്ങിച്ച് ഒരു 10 മിനിറ്റ് ട്രാവൽ അവരുടെ വീട്ടിലോട്ട്. ഈ 10 മിനിറ്റ് കൊണ്ട് ഈ സാധനം ഫിനിഷ് ചെയ്ത് കൈയൊക്കെ നക്കിയിട്ട് പറയുക ഞാൻ പോകൂലമ്മേന്ന്. അതാ ഭാവം ഒന്ന് ആലോചിക്കണം, ഞാൻ പോകൂലമ്മേന്ന്. എന്റെ നെഞ്ചിലൊരു പാളിച്ചങ്ങ് വന്നി കൊച്ചിനായിട്ട് പോവാൻ പറ്റൂലല്ലോ. ഇതൊരവസ്ഥയായിരുന്നു. അപ്പൊ ലൈക്ക് ഇത് ഇങ്ങനത്തെ മൊമെന്റ് എന്നൊക്കെ പറയുന്നത് സ്റ്റാറ്റസ് കണ്ടോ നോക്കുകയാണെന്നോ, എങ്ങനെയുണ്ട് ആര് കണ്ടോ നോക്കണെന്ന് നീ ആരെയാണ്. അപ്പൊ ഹാരിസ് എന്നല്ല എന്തിനാ കേട്ടേണ്ടി വരി, ഹാരിസ് കാക്ക കണ്ടു വെച്ചോ. ഇവള് എത്രയും പെട്ടെന്ന് കൈവിട്ടു പോയി ആണോ എന്നാ ഓക്കെ കാക്കല്ല ബ്രോ. അപ്പം സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് വ്ലോഗ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ്. നമുക്ക് വീക്ക്ലി വൺസ് എങ്കിലും ഇങ്ങനെ കൂടണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ എന്താ നിനക്ക് എന്താ കാണണ്ട നടക്കണം, അപ്പൊ അവക്ക് നടക്കണം. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ 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 ബൈ.